ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ. എല്ലാവർക്കും സന്തോഷം വരുവാനായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എനിക്ക് നിങ്ങളിതുവരെയും തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ? പേജ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. Queen of Pentacles. The Hanged Man. Two of Swords. The Devil. Two of Cups. Nine of Pentacles. Three of Pentacles. Ten of Cups. The World. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ദ എംപറർ ആണ്. എംപറർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിന് വരാൻ പോകുന്നു എന്നുള്ളതാണ്. സ്ലോയിങ് ഡൗൺ. Suppression. Postponement. Nothingness. Traveling. ഇവിടെ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത്, ആദ്യം തന്നെ വന്നിരിക്കുന്നത് പേജ് ഓഫ് സോഡ്സ് ആണ്. ഇവിടെ പെൻറ്റക്കിളിൻ്റെ എനർജിയാണ് മുഴുവൻ വന്നിരിക്കുന്നത്. കൂടുതലായിട്ടുള്ള എനർജി ഇവിടെ പെൻറ്റക്കിളിൻ്റെതാണ്. സാമ്പത്തികത്തിൻ്റെ എനർജിയാണ്. പലരും സാമ്പത്തികം നോക്കിയിരിക്കുന്ന എനർജി, സാമ്പത്തികം വന്നു ചേരുന്ന എനർജിയാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. ഇത് തന്നെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു എനർജിയാണെന്ന് കാണുന്നു. പിന്നെ പലരും പല അവസ്ഥകളിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് നെഗറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. കുഴഞ്ഞു മറിഞ്ഞ ചിന്താഗതി, ഒരു ശകലം അല്പം പോലും മുന്നോട്ട് ഒരു ചുവട് പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കഴിയുന്ന ആൾക്കാരുടെ എനർജിയും ഇവിടെയുണ്ട്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് പേജ് ഓഫ് സോഡ്സ് ആണ്. ഇവിടെ നിങ്ങളിൽ പലരും എന്തോ ഇവിടെ പുതിയതായിട്ട് സെർച്ച് ചെയ്ത് പഠിക്കുന്ന ഒരു എനർജിയാണ്. എന്തെങ്കിലും കോഴ്സിന് വേണ്ടി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാനോ അല്ല എങ്കിൽ നിങ്ങൾ പുതിയൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതോ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതായിട്ടോ ഇവിടെ കാണുന്നുണ്ട്.
അവിടെ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയുള്ള ബിസിനസ് നടത്താൻ വേണ്ടി സെർച്ച് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാക്കുകളുടെ മീനിങ് ഒക്കെ നോക്കാൻ വേണ്ടി സെർച്ച് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതല്ല എങ്കിൽ നിങ്ങളിൽ നിന്നും ചിലപ്പോൾ പിരിഞ്ഞു പോയ നോ കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളെ പറ്റി രഹസ്യമായി അന്വേഷിക്കുന്ന എനർജിയും ഇവിടെയുണ്ട്. ഒരു സ്പൈ വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ അതിലൂടെ ഇങ്ങനെ എപ്പോഴും അതിനായിട്ട് തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അതിലേക്ക് കൂടുതൽ എനർജി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്, പറഞ്ഞില്ലേ. ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾ സ്വയം എന്തെങ്കിലും തൊഴിൽ ചെയ്ത് അതിൽ നിന്നും മണി ഏൺ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതായിട്ടാണ് കാണുന്നത്. സ്വയം തൊഴിൽ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഓൺലൈൻ വഴിയുള്ള ബിസിനസ് ആവാം, അതല്ല എങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങൾ സ്റ്റിച്ചിങ് പ്രോഗ്രാമിൽ, അല്ല എങ്കിൽ വേറെ എന്തെങ്കിലും കലാപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ട് അതിലൂടെ പൈസ ഉണ്ടാക്കണം, വീട്ടിലിരുന്നാലും കുറച്ച് പൈസ ഉണ്ടാക്കാം എന്നുള്ള ഒരു ശ്രദ്ധയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിനുള്ള ഒരു പരിശ്രമം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുവഴി നിങ്ങൾക്ക് കൂടുതൽ മണി ഏൺ ചെയ്യാനും സാധിക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹാങ്ഡ്മാൻ്റെ അവസ്ഥയാണ്. എല്ലാം ഉണ്ട്, എല്ലാ സംഗതികളുമുണ്ട്. കാണാൻ നല്ല സൗന്ദര്യമുണ്ട്, ബുദ്ധിയുണ്ട്, സാമ്പത്തികമുണ്ട്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടെയും ചില സംഗതികളിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണെന്ന് കാണുന്നു. അത് ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് എങ്ങനെ വയ്ക്കണം എന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതായത് ദൈവാധീനം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്, ഈശ്വരാനുഗ്രഹം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം തീർച്ചയായിട്ടും തൊട്ടടുത്ത് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ സാമ്പത്തികത്തിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി, സാമ്പത്തികം നിർമ്മിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഫിനാൻസ് പരമായ ശ്രദ്ധയിലാണ് നിങ്ങളെന്നാണ് ഇവിടെ തീർച്ചയായിട്ടും കാണുന്നത്. കാരണം ലോൺ എടുക്കാനൊക്കെ കൊടുത്തിട്ട് അത് വന്നിട്ടില്ലായിരിക്കാം. അത്തരത്തിലുള്ള അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ടു ഓഫ് സോർട്സ് ആണ് ഇവിടെ. പിന്നെ ഡബിൾ എനർജി ഉണ്ട്. കാരണം ഇവിടെ പലരും നെഗറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എന്ന് കാണുന്നു. കൂടുതലായിട്ട് നെഗറ്റീവ് എനർജി താങ്ങുന്നു, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും സാധിക്കുന്നില്ല. അല്ല എങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് വേണം മുന്നോട്ട് ചലിക്കാൻ, സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവപ്പെടുന്നു. തീർച്ചയായിട്ടും മാനസികമായി ശാരീരികമായി ഒരു സൗഖ്യമില്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിലൂടെ നിങ്ങൾ മുന്നോട്ട് വരും. കാരണം ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് കപ്സ്, ദ വേൾഡ്, 10 ഓഫ് കപ്സ് ഒക്കെ വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളെ കാണാൻ സാധിക്കുന്നു. നിങ്ങളിവിടെ എന്തോ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് സ്വയം അനുഭവിക്കുകയാണ് കുറേ വിഷമകരമായ അവസ്ഥകൾ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിലൂടെ നിങ്ങൾ മറ്റുള്ളവർക്ക് അടിമയാവുന്ന ഒരു അവസ്ഥ, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് ചലിക്കാൻ പറ്റില്ല, അത്തരം ഒരവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്കൊരു മോചനം വരാൻ പോകുന്നു എന്നുള്ളതാണ് 2 ഓഫ് കപ്സ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു, ആഗ്രഹിക്കുന്ന സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അഥവാ കോംപ്രമൈസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് പോകാൻ സാധിക്കുന്നു. അതല്ല എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും അകന്നുള്ള ഒരു അവസ്ഥ വന്നോ, രണ്ടുപേർ തമ്മിലുള്ള ഒരു അകൽച്ച, ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ട് എങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇവിടെ വീണ്ടും ഒരു യോജിപ്പ് വരുന്നതായിട്ട് കാണുന്നു. വീണ്ടും നിങ്ങൾ അതിലൂടെ മുന്നോട്ട് കോംപ്രമൈസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്ന എനർജിയാണ്. വളരെയധികം സന്തോഷകരമായ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 2 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. പിരിഞ്ഞു പോയവർ വരാനും അല്ലെങ്കിൽ പുതിയ പുതിയ ചില ബന്ധങ്ങളിൽ ഏർപ്പെടാനും, ചിലപ്പോൾ വിവാഹമാവാം, എന്തും ഏത് കാര്യങ്ങളിലായാലും, ചിലപ്പോൾ ജോലിക്കാര്യത്തിലായാലും നിങ്ങൾക്ക് ഒന്നിച്ച് ചേർന്നുള്ള ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു. പരസ്പരം തുറന്നു പറഞ്ഞ് പരസ്പരം യോജിച്ച് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു മുന്നോട്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. തീർച്ചയായിട്ടും സാമ്പത്തികപരമായൊരു മുന്നേറ്റമാണ് നിങ്ങൾക്കിപ്പോൾ വരാൻ പോകുന്നത്. നല്ലൊരു പ്രോഗ്രസ് വരാൻ പോകുന്നു സാമ്പത്തികപരമായിട്ടും. ഒരുപാട് പേർ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ മണിപൂരക ചക്ര ആക്റ്റീവ് ആകുന്നു. സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട്. അതൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുന്നു. ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഐശ്വര്യവും സമൃദ്ധിയും വരുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമ്പോഴാണ്, അല്ലേ?
അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ചിലർ ഒരുപാട് പേർ ഇവിടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായും അതിലൂടെ മുന്നോട്ട് പോകുന്നതായും പുതിയ പുതിയ ഷോപ്പുകൾ പുതിയ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതായിട്ടും അല്ല എങ്കിൽ ചില ബിസിനസ്സുകളിലേക്ക് ഏർപ്പെടുന്നതായിട്ടും ഇവിടെ കാണുന്നു. അതുവഴി നല്ലതായിട്ട് മണി ഏൺ ചെയ്യാനുള്ള സാധ്യതയും കാണുന്നു. ചിലരൊക്കെ ചിലപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ബ്യൂട്ടി പാർലറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാവാം, അല്ല എങ്കിൽ ചെറിയ ഷോപ്പുകൾ ഏതിൻ്റെ ആയാലും ഫാൻസി സെൻറ്ററുകളാവാം, അല്ല എങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷോപ്പുകൾ ബിസിനസ്സുകൾ തുടങ്ങുന്നതായിട്ടും ഇവിടെ എനർജിയുണ്ട്. അതിന് മറ്റുള്ളവരുമായിട്ട് കൂടിയാലോചിക്കുക, ചില കേസ് കാര്യങ്ങൾ, ചില വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, അതിനൊക്കെ മറ്റുള്ളവരുമായിട്ട് ചിന്തിക്കുകയും സംസാരിക്കുകയും അല്ല എങ്കിൽ വിവാഹ കാര്യവുമാകാം, മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ കൂടിയാലോചിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ഇവിടെ 10 ഓഫ് കപ്സ് ആണ്. നിറഞ്ഞ സ്നേഹം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. കണ്ടില്ലേ, ഇവിടെ സോൾ കണക്ഷനുള്ള ആൾക്കാർ തമ്മിൽ കൂടിച്ചേരുന്നു, ഒന്നിച്ച് കുടുംബസഹിതം സന്തോഷം അനുഭവിക്കുന്നതായിട്ടും എവിടെയെങ്കിലും യാത്ര പോകുന്ന എനർജിയും ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ദ വേൾഡാണ് ഇപ്പുറത്ത് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ യാത്ര പോകലാണ്. അതുകൊണ്ട് ഏത് രാജ്യത്തേക്കും നിങ്ങൾ പോകാൻ ഒരുങ്ങിയിരിക്കുന്നോ അത് നിങ്ങൾക്ക് സഫലമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ മറ്റേ രാജ്യത്തിലേക്ക് ജോലിക്ക് വേണ്ടി പോകാൻ ഒരുങ്ങിയിരിക്കുകയാവാം, വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്കാവാം, നാട്ടിലേക്ക് ഏതെങ്കിലും ഒരു നാട്ടിലേക്കും ആവാം. ഇവിടെ സ്വദേശം വിട്ടിട്ട് നിങ്ങൾ മറ്റൊരിടത്തേക്ക് ജോലിക്ക് പോകുന്ന എനർജി, അതല്ല എങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങൾ ട്രാവൽ നടത്താനുള്ള ഒരു എനർജിയാണ്. ആ യാത്രകൾ നിങ്ങൾക്ക് സഫലമാകുന്നതായും സന്തോഷം തരുന്നതായും ഇവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ സ്ലോയിങ് ഡൗൺ ആണ്. ഇനി നിങ്ങൾ ഏർപ്പെടുന്ന ഏത് കാര്യമായാലും വളരെയധികം സ്പീഡിൽ എപ്പോഴും എത്രയും പെട്ടെന്ന് എനിക്കത് സാധിച്ചു കിട്ടണം എന്നുള്ളതല്ല വിചാരിക്കേണ്ട. പതുക്കെ പതുക്കെ അതിനുള്ള ആക്ഷൻ എടുക്കേണ്ടത് കുറച്ചൊരു മന്ദഗതിയിൽ വേണം എന്നുള്ളതാണ്. പയ്യെ തിന്നാൽ പനയും തിന്നാം, അങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് സ്പീഡൊന്ന് കുറച്ചിട്ട് നിങ്ങളുടെ ആ ഒരു തീവ്രമായ ഒരു പരിശ്രമം ഉണ്ടല്ലോ, അവിടെ ഒരുപാട് സ്പീഡ് കൊടുക്കാതെ കുറച്ചൊന്ന് മന്ദഗതിയിൽ ഒന്ന് ആലോചിച്ച് കുറച്ച് നല്ലതായിട്ട് പേഷ്യൻസോടുകൂടി ക്ഷമയോടുകൂടി പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഇവിടെ പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ അടിമത്തം അനുഭവിക്കുന്ന അടിമത്തം അനുഭവിക്കുന്നു, പലരുടെയും നെഗറ്റീവ് എനർജിയിൽ ആണ്ടിരിക്കുന്നു. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോസ്റ്റ്പോൺമെൻ്റ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്, നത്തിങ്നെസ്. കണ്ടില്ലേ, ഇവിടെ ഈ ഒരു അവസ്ഥയിൽ വന്നിരിക്കുന്നത് പിന്നെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇന്ന് തീരുമാനിക്കുന്ന നാളെയാട്ടെ മറ്റന്നാളാട്ടെ എന്ന് കരുതി ഒന്നും മാറ്റി അങ്ങനെ വെച്ചേക്കരുത്. മാറ്റി വയ്ക്കുകയും ചെയ്യരുത്, അമിതമായ സ്പീഡിൽ അതിനെ നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കുറച്ചൊന്ന് ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുകയാണ്, ക്ഷമയോടുകൂടി ആലോചിച്ച് തീരുമാനിക്കുകയാണ് ഇവിടെ വേണ്ടത് എന്ന് പറയുന്നു. പിന്നെ ഓരോ കാര്യങ്ങളും മാറ്റി അങ്ങനെ വെച്ചേക്കാൻ പാടില്ല. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്ത് തീർക്കുക, നാളത്തേക്കുള്ളത് നാളെ ചെയ്യുക. അല്ലാതെ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ വീണ്ടും മാറ്റി വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യുക, അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. അപ്പോൾ ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മാറ്റി വയ്ക്കുക എന്നുള്ള ഒരു സ്വഭാവം ശരിയല്ല, അതാണ് പറയുന്നത്. ഒരു തീരുമാനങ്ങളും അങ്ങനെ മാറ്റി വയ്ക്കേണ്ട, ചെയ്യേണ്ട സമയത്ത് തന്നെ അത് ചെയ്ത് തീർക്കുകയാണ് വേണ്ടത് എന്ന് കരുതി എടുത്തു ചാടി ധൃതി പിടിച്ചു പോവാനും പാടില്ല. കുറച്ചൊന്ന് ക്ഷമ ശീലിക്കണം എന്നുള്ളതാണ് ഇവിടെ ഇന്നത്തെ മെസ്സേജ്. അതുപോലെ തന്നെ ട്രാവലിംഗ് ആണ്. ഇവിടെ നത്തിങ്നെസ് വന്നിരിക്കുന്നു. ഒരു കാര്യങ്ങളും നിങ്ങളിപ്പോൾ ഈശ്വരാനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ട്രാവൽ ചെയ്യാൻ ഇവിടെ പലരും ട്രാവലിങ്ങിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് കാണുന്നു. അപ്പോൾ യാത്രയാണ് നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ദ വേൾഡ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരുപാട് പേർ യാത്രയ്ക്ക് തയ്യാറെടുത്തിരിക്കുന്നതായിട്ട് കാണുന്നത്. എന്തിനു വേണ്ടിയാവാം, ചിലപ്പോൾ സന്തോഷകരമായ അവസ്ഥകളിലേക്ക് ആരുടെയെങ്കിലും പിന്നെ വിവാഹത്തിന് പോകാനാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം സാധിക്കാനാവാം, എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാനാവാം, ഒരു ദൂര യാത്ര നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി പോകാനുള്ള തയ്യാറെടുപ്പിലുമാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വീണ്ടും നല്ലൊരു സുപ്രഭാതം വീണ്ടും ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.